മാന്യമിത്രങ്ങൾക്ക് എൻ്റെ നമസ്കാരം. എല്ലാവരുടെയും അഭിപ്രായമനുസരിച്ച് വ്യത്യസ്തവും പുതുമ നിറഞ്ഞതുമായ ഒരു ടോപ്പിക്കാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ 5ാമത് എപ്പിസോഡായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. വേദനയാണ് നിൻ്റെ ശക്തി. എങ്ങനെയുണ്ട് ആ ടോപ്പിക്ക്? യുവർ പെയിൻ ഈസ് യുവർ സ്ട്രെങ്ത്. ദി പെയിൻ യു സർവൈവ്ഡ് ഈസ് പവർ യു നൗ ക്യാരി. ക്ലേശങ്ങൾ അനുഭവിക്കാത്ത, വേദന അനുഭവിക്കാത്ത ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? പ്രയാസങ്ങൾ അനുഭവിക്കാതെ ആരെങ്കിലും മഹത്വം കൈവരിച്ചിട്ടുണ്ടോ? ഒരാൾ ചിരിക്കുമ്പോൾ അതിന് പിന്നിൽ വേദനയുടെ ഒരു പൂർണ്ണ ചരിത്രമുണ്ട്, ഇല്ലേ? ഒരാൾ വിജയിക്കുമ്പോൾ പിന്നിൽ തോൽവികളുടെ വിങ്ങലുണ്ടെന്ന്. നിന്റെ കണ്ണുനീർ നിന്റെ കരുത്താണ്. നിന്റെ വേദന വിജയത്തിൻ്റെ താക്കോലാണ്. വേദനയില്ലാത്ത വിജയം വെറും സ്വപ്നം മാത്രമാണേ. ആർക്കെങ്കിലും നിഷേധിക്കാനാവുമോ? പറയൂ. പെയിൻ ഈസ് ടെമ്പററി ബട്ട് പ്രൈഡ് ഈസ് ഫോറെവർ, അല്ലേ? താൽക്കാലികമായ വേദനയാണ് നിന്നെ രൂപപ്പെടുത്തുന്നത്, നിന്നെ നീയാക്കുന്നത്. നിങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ വേദനയ്ക്ക് നിർണായകരമായ പങ്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നീ തളരുമ്പോൾ, നിന്റെ കണ്ണുനീർ വാർക്കുമ്പോൾ, നിന്റെ ആത്മാവ് നിന്നോടൊരു കാര്യം ചോദിക്കും. എന്താ ചോദിക്കുന്നത്? വേദനയിലൂടെയെങ്കിലും നീ പഠിച്ചോ, വല്ലതും പഠിച്ചോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ് കേട്ടോ. മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന് വേദന ഇല്ലായിരുന്നെന്നാണോ കരുതേണ്ടത്? അദ്ദേഹത്തിൻ്റെ ജോലി പോയി, അയാൾ നിരസിക്കപ്പെട്ടു, അവഗണിക്കപ്പെട്ടു. അപ്പോഴെല്ലാം ആ വേദനയെ വളർച്ചയ്ക്കുള്ള കരുത്താക്കി അദ്ദേഹം മാറ്റി. പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റി. തടസ്സങ്ങൾ നിൽക്കുന്ന പാറക്കല്ലുകളെ ചവിട്ടുപടിയാക്കി മാറ്റിയില്ലേ? വേദന അനുഭവിച്ചവർക്കേ മറ്റുള്ളവരുടെ കണ്ണുനീർ വായിക്കാനാവൂ. ചെറുപ്പത്തിൽ എനിക്കുണ്ടായ വേദന കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക കേട്ടോ. പഠിക്കാൻ മണ്ടനാണെന്ന കാരണത്താൽ എൻ്റെ ഗ്രാമത്തിലുള്ള സ്കൂളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്നേ. എൻ്റെ കൂട്ടുകാർക്കെല്ലാം അവിടെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതെന്നെ കൂടുതൽ വേദനിപ്പിച്ചു, സന്തോഷിപ്പിക്കുകയും ചെയ്തു. എനിക്ക് മാത്രം കിട്ടിയില്ല. ഞാൻ കരഞ്ഞുപോയി. നിങ്ങളാണെങ്കിലും കരയൂലേ? ഇത് കണ്ട് എൻ്റെ അപ്പച്ചൻ അടുത്തുള്ള ഗ്രാമപ്രദേശത്തെ സ്കൂളിലേക്ക് എന്നെ ഒരു കഴുതയെ കൊണ്ടുപോകും പോലെ നടത്തിക്കൊണ്ട് പോയി. ഇവൻ കഴുതയാ, എന്നാൽ വെറുതെ കാശുകൾ എന്നെ എന്തിനാന്ന് വിചാരിച്ചാണ് നടത്തിക്കൊണ്ട് പോയത്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിലെ ആരക്കുഴ സെൻറ്റ് മേരീസ് സ്കൂളിലായിരുന്നു അത്. അവിടുത്തെ പ്രധാന അധ്യാപകൻ മാത്യു സാർ, നീ കഴുതയാണെങ്കിലും 8ാം ക്ലാസ്സിലേക്ക് കയറി ഇരുന്നോളാൻ പറഞ്ഞു. അതെനിക്കൊരു വലിയ വഴിത്തിരിവായി. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ മലയാള അധ്യാപകൻ പൗലോ സാറിന് എൻ്റെ സർഗശേഷിയെ തിരിച്ചറിയാൻ സാധിച്ചു. കയ്യക്ഷരത്തിലും എഴുത്തിലുമൊക്കെ 1/2 മാർക്ക് അദ്ദേഹം ഇട്ട് തന്ന് ആ ഷോൾഡറിൽ ഒന്ന് തട്ടി, ശബാഷ് എന്ന് പറഞ്ഞ് ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. അത്രയും നാൾ അവഗണിക്കപ്പെട്ട് കഴിഞ്ഞ എനിക്ക് ഇതൊരു ബൂസ്റ്റായിരുന്നു. എന്നെ തന്നെ തിരിച്ചറിയാൻ ഈ പ്രോത്സാഹനം എനിക്ക് സഹായമായി. സെൽഫ് ഹെൽപ്പ് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായി പഠിക്കുന്നത്. അതോടെ അധ്വാനത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ കുതിക്കുവാനുള്ള പ്രചോദനം എനിക്ക് ലഭിച്ചു. സർവ്വ കലകളെയും ആസ്വദിച്ചുകൊണ്ട് ആ പോയ പോക്ക് എന്നെ ഞാനാക്കി മാറ്റി. നിർമ്മല കോളേജിലെ പഠിത്തത്തിന് ശേഷം ഡൽഹി സർക്കാരിൽ ജോലി കിട്ടി. ഒരു ജോലി കിട്ടി എന്നതുകൊണ്ട് എല്ലാമായി എന്ന് കരുതിയിരിക്കാൻ ഞാൻ തയ്യാറായില്ല. അവിടെ ഒതുങ്ങി നിന്നതുമില്ല. ഒരു മനഃശാസ്ത്രം പറഞ്ഞതുപോലെ വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറൻസ് തിങ്, ദേ ഡു തിങ് ഡിഫറൻ്റ്ലി എന്ന രീതിയാണ് ഞാനും അവലംബിച്ചത്. 8 പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു. വൃത്തിയായ കൈയക്ഷരത്തിൽ എഴുതി ബൃഹത് ഗ്രന്ഥം നാഷണൽ റെക്കോർഡും ലോക റെക്കോർഡും ഒക്കെ അവിടെയൊക്കെ ഇടം നേടി. രാഷ്ട്രപതിയുടെ ശുപാർശയും കൂടിയായപ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. ഗുരുവിനെയും മാതാപിതാക്കളെയും നന്ദിയോടെ ഓർത്തു. എനിക്കിങ്ങനെ യൂട്യൂബിൽ പറയാൻ കെൽപ്പ് തന്നത് പ്രിയ ശ്രോതാക്കളാണ്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും സഹായം കൊണ്ടാണ് ഇത് കൈവരിക്കാനായത്. ആയതിനാൽ ഈ നേട്ടത്തിൻ്റെ അവകാശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു.
ഞാൻ പറഞ്ഞു വന്നത്, വേദനയില്ലാതെ ഒരാൾക്കും കനലാകാൻ കഴിയില്ല. നിന്റെ കണ്ണുനീർ നിന്റെ കരുത്താണ്. പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്നത്, ഒന്ന് വഴുതി വീണാൽ തളരാത്തത് വേദനയുടെ അനുഭവം കൊണ്ടാണ്. വേദന അനുഭവിച്ചവർ മാത്രമാണ് മറ്റാളുടെ കരച്ചിലിനെ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ വേദനയെ പകയും ദേഷ്യവുമല്ല, മറിച്ച് ഒരു വലിയ ജയമാക്കി തീർക്കണം. ഇതിലൂടെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ വ്യക്തിത്വം വികസിക്കുന്നത്. എപ്പോഴും നവചൈതന്യത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും പ്രസന്നതയോടും സന്തോഷത്തോടും കൂടെ ഇരിക്കാനുള്ള കഴിവ് വളർത്തിയെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. നർമ്മബോധവും ഉന്മേഷവും ആത്മവിശ്വാസവും ആവേശവും നമ്മളിൽ നിറയട്ടെ. പ്രതികൂല സാഹചര്യമാണ് നന്മ കണ്ടുപിടിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഈ കാര്യവും കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. നല്ല കാര്യമുണ്ടല്ലോ, പലപ്പോഴും തിന്മ കണ്ടെത്താനേ സഹായിക്കുകയുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കാര്യം? നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നാം തിരിച്ച് അറിഞ്ഞാൽ നമുക്ക് പുറത്ത് നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും തീരെ നിസ്സാരമായി തോന്നും. അതൊന്ന് ശ്രദ്ധിക്കണേ. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയണമെന്ന് മാത്രം. വ്യക്തിത്വ വികസനത്തിൻ്റെ നിർണായകരമായ ഒരു കാര്യമാണ് വേദനകൾ അനുഭവിക്കുക എന്നത്. കഷ്ടത നേരിടുക എന്നതാണ് ജീവിക്കുക എന്നതിൻ്റെ അർത്ഥമെന്നുകൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മോഹങ്ങളും പരാജയബോധവും തളർത്തുമ്പോൾ യഥാർത്ഥ ബോധത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി ജീവിതത്തെ നോക്കിക്കാണാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ കാര്യത്തിൽ അവരെ നമുക്ക് സഹായിക്കാം. നന്മകൾ നേർന്നുകൊണ്ട് നെടുമ്പാറ ഇൻസ്പിറേഷൻ 3ലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നന്ദി, നമസ്കാരം.